ഗ്രൂപ്പിസവും സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ അടിത്തറ ഇളക്കുന്നുണ്ടോ? ഉണ്ടെന്ന് വേണം കരുതാൻ. പാലക്കാടിന് പിന്നാലെ പന്തളത്തും ബി.ജെ.പിയിൽ ഗ്രൂപ്പിസം ശക്തമായതോടെ നഗരസഭാ ഭരണം പോലും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. കേരളത്തിൽ ബി.ജെ.പി ഭരിക്കുന്ന 2 നഗരസഭകളും രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ഇടയായത് നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്നാണ് ഉയരുന്ന ആരോപണങ്ങൾ. പാലക്കാട് നഗരസഭയിലെ ഭരണം നിലനിർത്താനുള്ള ശ്രമങ്ങൾ തുടരവെയാണ് പന്തളം പ്രശ്നം ഇപ്പോൾ രൂക്ഷമാവുന്നത്. നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ബി.ജെ.പി കൗൺസിലർമാർ ഭരണസമിതിയോട് അകന്നു നിൽക്കാൻ തുടങ്ങിയതാണ് പന്തളത്തെ ഭരണ തകർച്ചയിലേക്ക് നയിച്ചിരിക്കുന്നത്. പന്തളത്ത് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെ ചെയർപേഴ്സണും ഡെപ്യൂട്ടി ചെയർപേഴ്സണും അപ്രതീക്ഷിതമായി രാജിവെച്ചത് ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിമതരായ കൗൺസിലർമാരെ ഒപ്പം നിർത്തി പന്തളം നഗരസഭയിൽ ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് ബി.ജെ.പി ഇപ്പോൾ. 14 ദിവസത്തിനകം പുതിയ ചെയർപേഴ്സണെയും ഡെപ്യൂട്ടി ചെയർപേഴ്സണെയും തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഈ സമയം കൊണ്ട് വിമതരെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താനാണ് ബി.ജെ.പിയുടെ നീക്കം. ഇന്നലെ ചെയർപേഴ്സൺ സുശീല സന്തോഷും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ യു രമ്യയും രാജിവെച്ചിരുന്നു. ഇന്ന് LDF അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെയാണ് ഇരുവരുടെയും രാജി. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്താൽ ഭരണം നഷ്ടമാകുമെന്ന് ഉറപ്പായിരുന്നു. 18 ബി.ജെ.പി കൗൺസിലർമാരിൽ നിന്ന് 3 പേർ വിമതരായി നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നതോടെയാണ് പ്രതിസന്ധി രൂപപ്പെട്ടത്. അനുനയ നീക്കത്തിന്റെ ഭാഗമായാണ് രാജിയെങ്കിലും ഇനി ബി.ജെ.പിയുമായി സഹകരിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് വിമതർ എന്നാണ് സൂചന. ഇരുവരും രാജിവെച്ചതോടെ അവിശ്വാസ പ്രമേയ ചർച്ച ഇന്ന് നടക്കാൻ സാധ്യതയില്ല എന്നാണ് നഗരസഭാ സെക്രട്ടറി അറിയിച്ചത്. നോട്ടീസ് ലഭിച്ച കാര്യം കൗൺസിലിനെ അറിയിക്കുന്ന നടപടിക്രമം മാത്രമാകും ഇന്നുണ്ടാകുക. വിമതരെ അനുനയിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെട്ടെങ്കിലും ബി.ജെ.പിയുമായി സഹകരിക്കേണ്ടെന്നാണ് വിമതരുടെ നിലപാട്. അങ്ങനെയെങ്കിൽ ഭരണം തിരിച്ചുപിടിക്കുന്നത് ബി.ജെ.പിക്ക് ദുഷ്കരമാകും. നഗരസഭാ ഭരണസമിതിക്കെതിരെ LDF ആണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. LDFിലെ 9 അംഗങ്ങളും 1 സ്വതന്ത്രനും 1 ബി.ജെ.പി കൗൺസിലറും ഉൾപ്പെടെ 11 കൗൺസിലർമാർ ഒപ്പിട്ട അവിശ്വാസ നോട്ടീസ് ആയിരുന്നു നൽകിയത്. KV പ്രഭയാണ് നോട്ടീസിൽ ഒപ്പുവെച്ച ബി.ജെ.പി കൗൺസിലർ. പന്തളത്താകെ 33 സീറ്റുകളിൽ ബി.ജെ.പിക്ക് 18 സീറ്റുകളാണുള്ളത്. ഏറെക്കാലമായി അഭിപ്രായ ഭിന്നതയും തർക്കവും കാരണം ജനറൽ സീറ്റ് ആയിരുന്നിട്ടും ഒരു വനിതാ ചെയർപേഴ്സണെ നിയമിക്കാൻ ബി.ജെ.പി നിർബന്ധിക്കപ്പെടുകയായിരുന്നു. ബി.ജെ.പി കൗൺസിലറായ KV പ്രഭയെ ചെയർപേഴ്സൺ സുശീല സന്തോഷ് അസഭ്യം പറയുന്ന വീഡിയോ പുറത്തായതാണ് ഗ്രൂപ്പിസത്തിലേക്ക് വഴിമാറുന്നത്. KV പ്രഭയെ കൂടാതെ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന 2 ബി.ജെ.പി കൗൺസിലർമാരുടെയും പിന്തുണ ഉറപ്പിച്ചാണ് LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ഭരണം വീഴുമെന്ന ഘട്ടം വന്നതോടെയാണ് ചെയർപേഴ്സണും ഡെപ്യൂട്ടി ചെയർപേഴ്സണും രാജിവെച്ചത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്ന C കൃഷ്ണകുമാറിനെ പരാജയപ്പെടുത്താൻ നഗരസഭയിലെ 4 പാർട്ടി കൗൺസിലർമാർ ശ്രമിച്ചെന്ന പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ ആരോപണം പാലക്കാട് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാർട്ടിയെ പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ടതിനു പിന്നിൽ C കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണെന്ന ആരോപണം ശക്തമായിരിക്കുകയാണ്. 4 കൗൺസിലർമാർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകണമെന്നാണ് C കൃഷ്ണകുമാറിന്റെ ആവശ്യം. പാർട്ടിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച കൗൺസിലർമാരെ ഒരു കാരണവശാലും തുടരാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കൃഷ്ണകുമാർ പക്ഷം. എന്നാൽ പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന പേരിൽ 4 കൗൺസിലർമാർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ അത് നഗരസഭാ ഭരണം നഷ്ടപ്പെടുത്തുന്നതിലേക്കാണ് കലാശിക്കുകയെന്ന് അറിയാവുന്ന നേതൃത്വം തൽക്കാലം ആ നടപടികളിലേക്ക് പോവേണ്ടതില്ല എന്ന നിലപാടിലുമാണ്. എന്നാൽ പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കൂട്ടുനിന്നതായി സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിന് നൽകിയ റിപ്പോർട്ടിൽ പേരുള്ള ഈ കൗൺസിലർമാർക്ക് ഇനി അധികകാലം തുടരാനാവില്ലെന്നതും വ്യക്തമാണ്. സന്ദീപ് വാര്യരുമായി ഏറെ അടുപ്പം പുലർത്തുന്നവരാണ് ഈ 4 കൗൺസിലർമാരും. ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് വോട്ടുകൾ അട്ടിമറിച്ചതെന്നും ബി.ജെ.പിക്ക് സ്വാധീനമുണ്ടായിരുന്ന വാർഡുകളിൽ വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായി മറിച്ചു നൽകിയതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കുമെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും നഗരസഭാ ഭരണം നിലനിർത്താൻ തനിക്ക് അറിയാമെന്നുമാണ് C കൃഷ്ണകുമാർ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ C കൃഷ്ണകുമാറുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് രാജിവെച്ചത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയിരുന്നു. 10 മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പാലക്കാട്ടെ ബി.ജെ.പിയിൽ ഉണ്ടായിരുന്ന വിമത നീക്കം രാഷ്ട്രീയമായി വലിയ തിരിച്ചടിക്ക് വഴിയൊരുക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട C കൃഷ്ണകുമാറിനായിരുന്നു പന്തളം നഗരസഭയുടെ പാർട്ടി ചുമതല എന്നതാണ് ഏറെ ശ്രദ്ധേയം. പാർട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന 2 നഗരസഭകളിലും ഭരണം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് C കൃഷ്ണകുമാറിന്റെ ഇടപെടൽ ഉണ്ടായെന്നാണ് എതിർ ഗ്രൂപ്പ് നേതാക്കൾ ആരോപിക്കുന്നത്. C കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ബി.ജെ.പിയെ നശിപ്പിച്ചെന്നും അടുത്ത തവണ കൂടുതൽ നഗരസഭകളും തിരുവനന്തപുരം പോലുള്ള കോർപ്പറേഷനുകളും പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ബി.ജെ.പിക്ക് പന്തളത്തെയും സംഭവങ്ങൾ പാഠമാകണമെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്.